അങ്ങനെ കലോത്സവത്തിന്റെ കാഴ്ചകൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 5 ദിവസവും ടീം റിപ്പോർട്ടർ വളരെ സജീവമായിട്ടാണ് ഓരോ ചലനവും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നമ്മുടെ ടീം റിപ്പോർട്ട് കലോത്സവ വേദിയിൽ കണ്ട കാഴ്ചകൾ നമുക്കൊന്ന് അവർക്ക് ഏറ്റവും അവരുടെ മനസ്സിനെ സ്പർശിച്ച കാഴ്ച ഈ കലോത്സവ വേദികളിൽ അവർക്ക് തോന്നിയത് എന്ന് നോക്കാം. TV പ്രസാദും റിനു ശ്രീധറും രോഷ്നി രാജനുമാണ് ആദ്യ ലാപ്പിൽ വരുന്നത്. അവർ കണ്ട കലോത്സവം. എല്ലാ വർഷങ്ങളിലും സംഘാടനത്തിലെ പാളിച്ചയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇത്തവണ തിരുവനന്തപുരം കലോത്സവത്തിൽ നേരെ തിരിച്ചാണ്. വലിയ പാകപ്പിഴകൾ ഒന്നുമില്ല. കൃത്യസമയത്ത് മത്സരങ്ങൾ തീർന്നു. ഭക്ഷണ കമ്മിറ്റി യഥാസമയത്ത് കൃത്യമായി ഭക്ഷണം വിതരണം ചെയ്തു. ട്രോഫി കമ്മിറ്റി ആയാലും അക്കോമഡേഷൻ കമ്മിറ്റി ആയാലും വലിയ പരാതിയില്ലാതെ തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്തവണത്തെ തിരുവനന്തപുരത്തെ കലോത്സവത്തെ വ്യത്യസ്തമാക്കുന്നത്. നടനമയമാം രംഗം ശ്രുതിപര സംഗീതം അരബനയുടെ കൈത്താളം സുജയ, വിദ്യാർത്ഥികളുടെ വ്യത്യസ്തമായ പ്രകടനം പോലെ തന്നെയായിരുന്നു 63ാമത് കലോത്സവത്തിലെ വ്യത്യസ്തമായ സംഘാടനം എന്ന് പറയുന്നത്. എടുത്തു പറയേണ്ടുന്ന ഒന്നായിരുന്നു. ഒരു വേദികളിൽ നിന്നും ഒരു പരാതിയും ഒരു പരിഭവവും ആർക്കും ഉണ്ടായില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിധി നിർണയത്തിൽ എല്ലാ കൊല്ലവും ആ പരാതികളും പരിഭവങ്ങളും ഉയരുകയാണ്. പക്ഷേ ഇത്തവണ അതുണ്ടായില്ല. ഈ വർഷത്തെ കലോത്സവം അവസാനിക്കുമ്പോൾ വ്യക്തിപരമായി ഏറെ സന്തോഷം തോന്നിയത് നാടകവേദിയിലെ പ്രകടനവും സദസ്സും കണ്ടപ്പോഴായിരുന്നു. സൂചി കുത്താൻ ഇടവില്ലാത്ത തരത്തിൽ കടലുപോലെ ഇരമ്പി നിൽക്കുന്ന സദസ്സായിരുന്നു ഇത്തവണത്തെ നാടക മത്സരത്തിനുണ്ടായിരുന്നത്. അത് ഹയർ സെക്കൻഡറി ആയാലും ഹൈസ്കൂൾ ആയാലും ആ ഒരു ടാഗോർ ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയായിരുന്നു. ഈ കുട്ടികളുടെ പ്രകടനത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ, അവരുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ സമകാലികമായ വിഷയങ്ങൾ ഏറ്റവും വ്യത്യസ്തമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, രാഷ്ട്രീയം സംസാരിക്കുന്ന നാടകങ്ങളായിരുന്നു അതിൽ മിക്കതും ഉണ്ടായിരുന്നത്. കുമാരി ഇന്ന് വല്ലാതെ കോപത്തിലാണല്ലോ. പറയൂ, എന്തുണ്ടായി? പറയാം. അതിനു മുമ്പ് ആചാര്യവർത്തികളായ പുറത്തു പോകാം. മതി, നിർത്ത്. നീ റൂമിലേക്ക് തന്നെ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. ഞങ്ങൾ പിന്നെ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചില്ല. കാരണം അവൾക്കുള്ളിലെ തീ അടയ്ക്കാൻ ഒരു പേമാരിക്കും കഴിയില്ലെന്ന് ഉറപ്പായിരുന്നു. TV പ്രസാദും റിനു ശ്രീധറും രോഷ്നി രാജനും ഇഷ്ടപ്പെട്ട മുഹൂർത്തം പങ്കുവയ്ക്കുകയായിരുന്നു. നമുക്ക് ഇനി നേരെ